നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മഴ എന്താ ആലോചിക്കുന്ന? MK മാസ്റ്റർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യില്ലായിരുന്നു അല്ലേ അതി? ഈ മാസ്റ്റർ കൊള്ളില്ല അല്ലേ? എങ്ങനെയെങ്കിലും നമുക്ക് MK മാസ്റ്ററിനെ തിരിച്ചുകൊണ്ടുവരണം. അതെ, എനിക്ക് ശ്വാസമുട്ടല് വന്ന കാര്യം വീട്ടിൽ ചെന്ന് ആദ്യം അമ്മൂട്ടിയോട് പറഞ്ഞു കൊടുക്കോ? പറയാലോ. അയ്യോ, പറയരുതെന്നാ ഞാൻ പറഞ്ഞത്. പറയരുതെന്നോ? മഴ എന്താ ഉദ്ദേശിക്കുന്ന? അവിടെ ചെന്ന് ഞാൻ ഓടിയതും വീണതും ഒന്നും അമ്മൂട്ടിയോട് പറയണ്ട. അതെങ്ങനെയാ മഴ പറയാതിരിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായാല് നമ്മള് വീട്ടിൽ അറിയിക്കണ്ടേ? വേണ്ട, വീട്ടിൽ അറിയിക്കണം. അപ്പൊ മഴയുടെ അമ്മ സ്കൂളിൽ വന്ന് മുരളി മാസ്റ്ററുമായിട്ട് സംസാരിക്കും. എന്റെ മോളിനെ ഓട്ടിക്കില്ലെന്ന് പറയും. അപ്പൊ പ്രശ്നം തീരുന്നില്ലേ? അപ്പൊ പ്രശ്നം തീരില്ല. അതെന്താ പ്രശ്നം തീരാത്ത? ഓടുമ്പോ എനിക്ക് ശ്വാസമുട്ടല് വന്നെന്ന് പറയുമ്പോ അവിടെ എല്ലാരും ചേർന്ന് എന്നെ വഴക്കു പറയും. അത് പോട്ടെ, അതല്ല പ്രശ്നം. പിന്നെന്താ പ്രശ്നം? അതൊരു സീക്രട്ടാ. സീക്രട്ടോ? എന്ത് സീക്രട്ട്? ഈ മുരളി മാസ്റ്ററിന് നമുക്കൊരു പണി കൊടുക്കണം. എന്ത് വഴി? എനിക്ക് ശ്വാസമുട്ടല് വന്നെന്ന കാര്യം ആദ്യം വീട്ടില് പറയാതിരുന്നാ മാത്രം മതി. ബാക്കി ഞാൻ ചെയ്തോളാം. മഴ എന്താ ചെയ്യാൻ പോകുന്നത്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ മുരളി മാസ്റ്ററിന് ഒരു നല്ല പണി ഞാൻ കൊടുക്കും. MK മാസ്റ്റർ തിരിച്ചു വരികയും ചെയ്യും. രണ്ടു ദിവസത്തെ കാര്യമുള്ളൂ, വേഗം വരാന്ന് പറഞ്ഞിട്ട് പോയ ആൾക്കാരാ. പോയാ പിന്നെ വിളിയുമില്ല പറച്ചിലുമില്ല. ഇങ്ങോട്ട് വിളിക്കുന്നത് പോട്ടെ, അച്ഛൻ വിളിച്ച ഫോൺ എടുക്കാതിരുന്നതും സഹിക്കാം. അമ്മ വിളിച്ച അമ്മ പോലും ഫോൺ എടുക്കില്ല. അതാ പ്രകൃതം. കൃഷ്ണമ്മയുടെ കാര്യം പറയാതിരിക്കുന്നത് അമ്മ നല്ലത്. ഒരു ചെറിയ നാട്ടുരാജാവ് ആള്. ഏത് വീട്ടിൽ എന്ത് കാര്യമുണ്ടായാലും ആദ്യ അവസാനക്കാരനായി കൃഷ്ണമ്മ അവിടെ ഉണ്ടാവും. പോരാത്തതിന് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവം വരിക, അതിന്റെ തിരക്കും കാണും കൃഷ്ണമ്മയ്ക്ക്. അച്ഛമ്മ പറഞ്ഞ എനിക്കറിയാം. കൃഷ്ണനും മുരുകനും സുന്ദരിയുടെ അച്ഛൻ ദേവരാജനുമാണ് കുഞ്ഞിലെ ആ നാട് ഭരിച്ചിരുന്നതെന്ന്. അതിലെ ദേവരാജൻ അങ്ങ് നേരത്തെ പോയില്ലേ? പറയട്ടെ? വേണ്ട, പറയില്ലെന്ന് ഞാൻ സ്കൂളിൽ വെച്ച് തന്നെ പറഞ്ഞതല്ലേ. പറയാതിരിക്കാൻ തോന്നുന്നില്ല. പറയരുത്, പ്രശ്നവും. പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഒരു വെപ്രാളം. നീ പോയി കുറച്ച് വെള്ളം എടുത്ത് കുടിക്ക്. ഇപ്പൊ വെപ്രാളം അങ്ങ് മാറും. ഇത് പറഞ്ഞാലേ മാറും. എന്താണ് പഠിക്കുന്നവര് കൂടിയ ഒരു രഹസ്യ സംഭാഷണം? എന്താ ആദിമോനെ, എന്തുപറ്റി? ഒന്നുമില്ല. അപ്പൊ എന്തോ ഉണ്ട്. അല്ലെങ്കിൽ ആദ്യമോനോട് ചോദിച്ചതിന് മഴയില്ലല്ലോ മറുപടി പറയേണ്ടത്. ആദിമോനെ, എന്താ കാര്യം പറ. അത് പിന്നെ വീട്ടിൽ പറയരുതെന്നാ മഴ പറഞ്ഞിരിക്കുന്നെ. അതുകൊണ്ട് ഞാൻ പറയില്ല. ആഹാ, അതുകൊള്ളാലോ. സുന്ദരി, പിടിച്ചിരുത്തി ചോദിക്ക് എന്താണെന്ന്. പറ ആദിമോനെ. മഴ അങ്ങനെ പലതും പറയും. മോൻ നല്ല കുട്ടിയല്ലേ, അതുകൊണ്ട് എന്നോട് പറ. എങ്കി പറയട്ടെ. ഇനിയിപ്പൊ പറയാതിരുന്നിട്ട് എന്തിനാ? അപ്പൊ മോൻ ധൈര്യമായിട്ട് പറഞ്ഞു. അതെ, ഇന്ന് സ്കൂളിൽ മഴ ശ്വാസം മുട്ട് വന്ന് ബോധം കെട്ട് വീണു. കുഴപ്പമൊന്നുമില്ല. ഞാനപ്പൊ തന്നെ ഇൻഹേലർ എടുത്തോണ്ടൊന്ന് അടിച്ചു കൊടുത്തു. റെഡി ആവുകയും ചെയ്തു. അതെന്താ മോളെ പറ്റിയത്? എങ്ങനെയാ ശ്വാസം മുട്ട് വന്നത്? പുതിയ PT മാസ്റ്റർ വന്നു, മുരളി മാസ്റ്റർ. മാസ്റ്റർ മഴ ഓടിച്ചു, അങ്ങനെ ശ്വാസം മുട്ട് വന്ന്. ഓടാൻ പറഞ്ഞപ്പോ മോന് പറയാമായിരുന്നില്ലേ സുഖമില്ലാത്തതാണ്, ശ്വാസം മുട്ട് വരുമെന്ന്? മഴയെ നിർബന്ധിക്കുന്നുണ്ടപ്പോ ഞാൻ ചെന്ന് മാസ്റ്ററിനോട് പറഞ്ഞു മഴയ്ക്ക് സുഖമില്ലാത്തയാണെന്ന്. അതുകൊണ്ട് MK മാസ്റ്റർ ഓട്ടിക്കില്ലായിരുന്നു. പക്ഷെ മാസ്റ്റർ കേട്ടില്ല. മോള് പറഞ്ഞില്ലേ പുതിയ മാസ്റ്ററിനോട്? ഞാൻ പറഞ്ഞില്ല. മഴ പറയാത്തോണ്ടാ മാസ്റ്റർ വിശ്വസിക്കാത്തത്. അതെന്താ മോള് പറയാതിരുന്നത്? മോൾക്ക് സുഖമില്ലെന്ന് മോള് തന്നെയല്ലേ മാസ്റ്ററിനോട് പറയേണ്ടത്? എനിക്ക് ആ മാസ്റ്ററിനെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് എന്നോടൊന്നും ചോദിച്ചിട്ടും ഞാൻ മിണ്ടാൻ പോയില്ല. ആ ശരത്ത് വിളിക്കുന്നു.
ഞാനൊന്ന് എടുക്കട്ടെ. ഒരു മാസ്റ്റർ വരുമ്പോ മാസ്റ്ററിനെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നത് നല്ല സ്വഭാവമാണ് മോളെ. എനിക്ക് MK മാസ്റ്ററിനെ ഇഷ്ടം. പുതിയ PT മാസ്റ്ററിന് ഒരു സ്നേഹവും ഇല്ല. ദേ, വെറുതെ ഓരോന്ന് പറയല്ലേ മോളെ. പഠിപ്പിക്കുന്ന എല്ലാ മാസ്റ്റർമാർക്കും കുട്ടികളോട് സ്നേഹം. കുറെ നേരമായിട്ട് ശാരദ സുന്ദരിയെ വിളിക്കുന്നു, എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അയ്യോ, ഫോൺ ഞാൻ ചാർജിൽ കുത്തിയിരിക്കുക. എന്താ കാര്യം? എന്തോ അത്യാവശ്യ കാര്യം പറയാനാണെന്ന്. ദാ സംസാരിക്കും. ആ, എന്തായി കാര്യങ്ങള്? വെറുതെ മാസ്റ്ററെ കുറ്റം പറയാന്നേ. പുതിയ മാസ്റ്റർ വന്നപ്പോ ഇഷ്ടപ്പെട്ടില്ല പോലും. ഇഷ്ടപ്പെട്ടില്ല പോലും അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടില്ല. അയ്യോ, ഇതൊരു നമ്പരാ. നമ്മുടെ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ, അതിനുള്ള അടവാ. ഞാൻ റൂമിൽ ചെന്ന് ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് വിളിക്കണോ സർ? ഏയ് വേണ്ട, തൽക്കാലം ഞാൻ പറയുന്ന കേട്ടാ മതി. ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്. എന്താ സർ? അത് പിന്നെ എന്റെ ഒരു കോണ്ടാക്ട് വെച്ചിട്ട് ഞാൻ വിജിലൻസിലെ ചില ഓഫീസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ആ ഉത്തമന് മേല് വിജിലൻസ് അന്വേഷണത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ആയിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാവുന്ന 1-2 പേരാ ടീമിലുള്ളത്. ആദ്യം അൺഒഫീഷ്യലായിട്ടായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നത്. എങ്കിലും പിന്നീട് അവരത് ഒഫീഷ്യൽ ആക്കിക്കോളും. അങ്ങനെയാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവസാനമാകുമ്പോ അവരും ക്രിസ്റ്റിയുടെ പക്ഷം ചേരുവോ? എല്ലാവരെയും അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. ഇന്നും സത്യത്തിന് നീതിക്കും വേണ്ടി നിൽക്കുന്ന ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട്. അതിലൊരാളെ ഞാൻ കോണ്ടാക്ട് ചെയ്തത്. നമുക്കിതുകൊണ്ടുണ്ടാവുന്ന ഗുണം എന്തെന്ന് വെച്ചാൽ ഉത്തമൻ ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ ഇടപാടുകളും പുറത്തു വരും. നിൽക്കക്കളി ഇല്ലാതെ വരുമ്പോ ഒരു മാപ്പ് സാക്ഷിയാകാനുള്ള സാധ്യത ഉത്തമന് മുന്നിൽ തെളിയും. അവിടെ സുന്ദരിയുടെ കേസ് ഉൾപ്പെടെ എല്ലാം വിളിച്ചു പറയും. അത് സുന്ദരിയെ ഗുണം ചെയ്യും. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് സർ. ഞാൻ സുന്ദരിയുടെ ഫോണിലേക്ക് ഒരു നമ്പർ അയച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വിജിലൻസ് ഓഫീസറുടെയാ. അത്യാവശ്യമായിട്ട് പുള്ളി ഒന്ന് വിളിക്കണം. പുള്ളി ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഒട്ടും വൈകാതെ കൊടുക്കുകയും വേണം. ഇതിപ്പോ രാത്രി കുറെ വൈകിയില്ലേ? രാവിലെ വിളിച്ചാ മതിയോ? അത് സാരമില്ല, ഇപ്പൊ തന്നെ വിളിക്കാൻ അദ്ദേഹം പറഞ്ഞത്. സുന്ദരി വിളിച്ചോ? ശരി സർ, ഞാനിപ്പോ തന്നെ വിളിക്കാം. വെക്കട്ടെ? ശരി, ഓക്കെ. അമ്മൂട്ടി പറഞ്ഞതിലും കാര്യമില്ലേ മോളെ? പുതിയ മാസ്റ്റർ ഓടിക്കളിക്കാൻ പറഞ്ഞപ്പോ മോൾക്ക് ശ്വാസം മുട്ട് വരുമെന്ന് പറയാറുന്നില്ലേ? എനിക്ക് ശ്വാസം മുട്ടല് വരുമെന്ന് ആദ്യം മാസ്റ്ററിനോട് പറഞ്ഞതാ. ആദ്യം പറഞ്ഞതുകൊണ്ടല്ലേ മോളുടെ മാസ്റ്റർ വിശ്വസിക്കാതിരുന്നത്? മോളെന്താ അത് പറയാത്തത്? അത് പിന്നെ ആ മാസ്റ്ററിനെ കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ മാസ്റ്ററിന്റെ വരവും നടത്തവും നോട്ടവും ഒന്നും ശരിയല്ല. അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെ തന്നെ പറയും. എന്റെ MK മാസ്റ്ററാ നല്ലത്. എനിക്ക് MK മാസ്റ്റർ മതി. സ്കൂളിൽ ആര് പഠിപ്പിക്കണോന്നൊക്കെ തീരുമാനിക്കുന്നത് സ്കൂളുകാരല്ലേ? നമുക്ക് പറയാൻ പറ്റുവോ ഈ മാസ്റ്റർ തന്നെ പഠിപ്പിക്കണോന്ന്?